അപ്പൊ മലയാളികള് ആദ്യമായിട്ടല്ല സിനിമാ നടന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ വ്യവസായികളുടെ ഒക്കെ PR ഷോ കാണുന്നത്. 24 നിന്ന് മമ്മൂട്ടിയെ കണക്ട് ചെയ്യണേ. എന്നിട്ട് ചോദിക്ക്, നാണമുണ്ടോ മിസ്റ്റർ മമ്മൂട്ടിലോട്ട് പോണോ? നാണമുണ്ടോ മിസ്റ്റർ മമ്മൂട്ടി? പേര് മാറ്റി ചോദിക്കേ. വഴി തെറ്റിപ്പോയ ഒരു രാത്രി യാത്രയെക്കുറിച്ചും വഴി പറഞ്ഞു തന്ന അതിരുകളില്ലാത്തൊരു സ്നേഹത്തെക്കുറിച്ചും പങ്കുവെക്കുകയാണ് മമ്മൂട്ടിയും നിർമ്മാതാവ് ആന്റോ ജോസഫും. പുലർച്ചെ 3:30 കഴിഞ്ഞ് പുതിയ സിനിമയുടെ ലൊക്കേഷനിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ള കാരൈക്കുടിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വഴി ഗൂഗിൾ മാപ്പ് പലവട്ടം പല വഴികളിലൂടെ ചുറ്റിച്ച് രക്ഷയില്ലാതെ വരുന്ന വഴിയിൽ തിരിച്ച് കാരൈക്കുടിയിലേക്ക് പോകാമെന്ന് പറയുകയും ഒരു പെട്രോൾ പമ്പിൽ നിന്ന് മമ്മൂട്ടിയുടെ ഒരു ആരാധകൻ തമിഴ്നാട് സ്വദേശിയ ഒരു ആരാധകൻ 10 കിലോമീറ്ററോളം വാഹനം ഓടിച്ച്, അതും അറിവില്ലാത്ത വഴികളിലൂടെ ഓടിച്ച് സ്ട്രെയിറ്റ് കേരളത്തിലേക്ക് എന്ന് പറഞ്ഞു മടങ്ങുകയും ചെയ്തു. അപ്പൊ ഇതിൽ ആദ്യം കണ്ട അഖിൽ മാരാറിന്റെ വീഡിയോ ഈ ഒരു വിഷയം ആയിട്ട് ബന്ധപ്പെട്ടതല്ല, അതൊരു വേറൊരു സബ്ജക്റ്റ്. അത് എന്തോ മമ്മൂട്ടിയുടെ പേര് മാറ്റിയ കാര്യത്തില് മമ്മൂട്ടിയോട് ചോദിക്കാൻ പറയുന്നതാണ്. അപ്പൊ ഞാൻ അത് ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മലയാളികളും എന്നിട്ട് മമ്മൂട്ടിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അഖിൽ മാരാറ് അവിടെ ചോദിച്ചത് പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോ ഈ വിഷയത്തേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയും പിന്നെ രമേഷ് പിഷാരടിയും പിന്നെ ആന്റോ ജോസഫും അറിയാലോ, മമ്മൂട്ടിയുടെ ശിങ്കടികളൊക്കെ കൂടി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് വഴി തെറ്റി. അപ്പൊ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് 10 കിലോമീറ്റർ ഒരു തമിഴ് ഇവരെ സഹായിച്ചു, വഴി കാണിച്ചു മുമ്പിലോട്ട് ബൈക്കിൽ പോയിട്ട്. അപ്പൊ അതാണ് ഈ വാർത്തയിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായ വിഷയം. ചർച്ചയല്ല, ഈ മമ്മൂട്ടീനെ പുകഴ്ത്തിയിട്ട് ആൾക്കാർ ഇടുന്ന സംഭവം. അപ്പൊ ഇതിലെനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് ഇത്രയ്ക്കും ഒരു എന്താ പറയാ ആരാധന ഉണ്ടെന്ന് എനിക്ക് തോന്നണല്ലേ. പണ്ട് നമ്മുടെ ശ്രീനിവാസന്റെ ഒരു സിനിമയുണ്ട്, സരോജ് കുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതില് മറ്റേ ശ്രീനിവാസന്റെ ഡയലോഗ് ഉണ്ട്, അതായത് മലയാളികൾക്ക് ഒരു ഭക്ഷണവും മദ്യം വാങ്ങി കൊടുത്താൽ അവര് അത് വാങ്ങി കഴിച്ച് വേറെ ആൾക്ക് കുത്തും, വോട്ട് ചെയ്യും. അല്ലെങ്കിൽ തമിഴ്മാരാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയുന്ന ആൾക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ദൈവമായിട്ട് കാണുന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്, പറഞ്ഞു മനസ്സിലായില്ലേ. അതൊരു പരിധിവരെ ശരിയാണ്, നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിയാൻ പറ്റില്ല. ഇപ്പോ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിനെ എടുത്തു കഴിഞ്ഞാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയമായാലും അല്ലെങ്കിൽ അവിടുത്തെ ഈ സിനിമാടന്മാർക്കുള്ള ഒരു വീരപരിവേഷം, അതായത് ദൈവതുല്യമാണ് അവിടെ കാണാം, പറഞ്ഞു മനസ്സിലായില്ലേ. കേരളത്തിൽ അത്രയ്ക്കില്ല. കേരളത്തിൽ ഈ പറഞ്ഞ ഇത്തിരിയും അടിമ ചിന്താഗതിയുള്ള ആൾക്കാർ കുറഞ്ഞു തുടങ്ങി പണ്ടത്തേക്കാളും. പറഞ്ഞു ഇപ്പോഴും അതെ, ഇപ്പൊ ഈ മമ്മൂട്ടിയുടെ ഇതിനൊക്കെ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സപ്പോർട്ടിനോളം വിമർശനങ്ങളും ഉണ്ട്, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ ഇതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരാളെ സഹായിക്കുന്നത് വളരെ നല്ല കാര്യം. അത് സിനിമ നടനായാലും ആണായാലും പെണ്ണായാലും ആരായാലും മലയാളിയായാലും തമിഴിനായാലും ഒരാൾക്ക് നല്ല കാര്യം ചെയ്യുന്ന നല്ല കാര്യം. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മമ്മൂട്ടിക്ക് ആ വ്യക്തി വഴി കാണിച്ചു കൊടുത്തു, മമ്മൂട്ടി ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ എടുത്തു. പക്ഷെ ആ ഒരു സംഭവം ഇപ്പൊ എനിക്ക് ആന്റോ ജോസഫോ രമേഷ് പിഷാരടിയാണ് ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അവർക്ക് എന്റെ ആവശ്യമുണ്ട്, അത് അവരുടെ ചോയ്സ്. ഓഫ് കോഴ്സ് അവരത് ഇടുന്നത് വാർത്തയാവുന്നവർക്ക് അറിയാം. ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി അല്ലെങ്കിൽ ഇടതനുകൂല ചാനലുകളൊക്കെ ഇത് വാർത്തയാക്കുന്ന അവർക്ക് അറിയാൻ ഓട്ടം. അതാണ് അവര് ഇൻസ്റ്റാഗ്രാമിലേക്ക് സ്റ്റോറി ഇടുന്നത്, അല്ലാണ്ട് ഡയറക്റ്റ് വാർത്തക്കാർക്ക് കൊടുക്കല്ല ചെയ്യാം. പക്ഷെ ഇവിടെ അതൊരു വാർത്തയാവേണ്ട സംഭവം ഉണ്ടാ. അതിലെന്താണ് ഒരു പ്രത്യേകത ഉള്ളത്? ഇപ്പൊ വാർത്തകളിലൊക്കെ ആൾക്കാർ ചില ആൾക്കാർ കമന്റ് ചെയ്യണമെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ ഏതാണ്ട് വലിയ വ്യക്തിത്വം, വലിയ എന്താ പറയാ സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഡിഫൻഡറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫോട്ടോ എടുത്ത് പോയി. ഇതാണ് വലിയ ഇറങ്ങിച്ചെല്ലല്. അത് ജനങ്ങൾ മനസ്സിലാണെന്ന് എനിക്ക് എല്ലാവരോടും പറയാനില്ല. കാരണം ഒരു നല്ല വിഭാഗം ആൾക്കാർക്ക് അത്യാവശ്യം ബോധം വന്നു തുടങ്ങി ആരാധനയോടൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അല്ലാത്തൊരു വിഭാഗം ഈ അടിമ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്, അവരോട് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ചിന്തിക്കുക. ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഇതില് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മമ്മൂട്ടി വലിയ കാര്യം ചെയ്തു, ആ വ്യക്തിക്ക് ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തു. എന്തിട്ട് നല്ല കാര്യം? ആ വ്യക്തി ഒരു 20,000 രൂപയുടെ ഒരു സാധാരണ ഡീലക്സ് ബൈക്കാന്ന് തോന്നുന്നു, ആ ബൈക്കിൽ പോണ്. മമ്മൂട്ടി കോടികളുടെ ഡിഫൻഡറിൽ പോണ്. ഇവിടെ മമ്മൂട്ടിക്ക് എന്ത് സഹായം വേണ്ടേ? എല്ലാ സംവിധാനങ്ങളുള്ള ഒറ്റയ്ക്കല്ല, മമ്മൂട്ടി ഒരു പുരുഷൻ, ഇത്രയ്ക്ക് പൈസയുള്ള നല്ല വണ്ടിയിൽ ഡ്രൈവർ അടക്കം, ഒപ്പം റിച്ച് ആയിട്ടുള്ള ഒരു ആന്റോ ജോസഫിനെ പോലത്തെ ഒരു വ്യക്തി, ഒരു പ്രൊഡ്യൂസർ, ഒപ്പം തന്നെ കേരളത്തിലൊരു MLA. അതായത് ആൾക്കാർ കളിയാക്കി ചോദിക്കുന്നുണ്ട്, കേരളത്തിലെ ആകെ സ്വന്തമായിട്ട് MLA ഉള്ള ഒരു വ്യക്തിന് മമ്മൂട്ടി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർ. അതായത് പാലക്കാട്ടുകാർ പിഷാരടി ജയിപ്പിച്ചിട്ട് മമ്മൂട്ടിയോടൊപ്പം നടക്കാനാണോ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ആരും എന്താ പറയാ അധിക്ഷേപിക്കാനല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയണതാ, പറഞ്ഞു മനസ്സിലായി. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം തോന്നി, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോ കേരളത്തിലത്തെ ഒരു MLA അടക്കം ഒപ്പമുള്ള മമ്മൂട്ടിക്ക് വഴി തെറ്റിയപ്പോ സഹായിച്ചു എന്ന് ഇപ്പൊ മമ്മൂട്ടിയുടെ സ്ഥാനത്ത് അവിടെ ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിനുള്ള സ്ത്രീയാണ് വഴി തെറ്റിയെന്നുണ്ടെങ്കിൽ ആ സ്ത്രീനെ ഒരു തമിഴൻ സഹായിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ 100 ഇരട്ടി പവറുള്ള ഒരു വാർത്തയെ പറഞ്ഞു മനസ്സിലായില്ല. കാരണം എനിക്ക് തന്നെ അറിയാം, ഒരുപാട് പേർക്ക് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ ബോർഡർ കിട്ടുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായത്. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈവൻ കാറിലുള്ളവർക്ക് തന്നെ റിസ്ക് എന്ന് പറയുന്നുണ്ട് ചില രാത്രി സമയങ്ങളിൽ, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോ അങ്ങനെയുള്ള സമയത്ത് മമ്മൂട്ടിനെ അവിടെ ആക്രമിക്കാൻ ഒരാളും വരില്ല.
ഒന്നാമത്തെ ഡിഫൻഡർ, ഇത്രയ്ക്ക് പ്രൊട്ടക്ഷൻ ഉള്ള ബെസ്റ്റ് വണ്ടി, ഒപ്പം പൈസ ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരാള്, മമ്മൂട്ടി വിളിച്ച് അപ്പയും കേരള പോലീസ് അവിടെ എത്തും, പറഞ്ഞ മനസ്സിലായില്ലേ? ഒപ്പം തന്നെ ഒരു MLA ഒപ്പം. അപ്പൊ ആൾക്കാർ ചിന്തിക്കുക ഇവിടെ എന്താണ് ശരിക്കും മമ്മൂട്ടിക്ക് ഒരു വലിയൊരു എന്താ പറയാ ഒരു പുണ്യപ്രവൃത്തി. ഇത് എനിക്ക് പേഴ്സണലി മനസ്സിലായത് ഒരു വെറും PR ഷോ ആണ്. അതായത് ഇവർക്ക് PR ലാഭം. അതായത് ഇപ്പൊ ഇതിലിപ്പോ ആൾക്കാർ പറയും ആ വ്യക്തിക്ക് സന്തോഷമായി ഉണ്ടാവില്ലേ മമ്മൂട്ടി ഇറങ്ങി ഫോട്ടോ എടുത്തപ്പോൾ. ഓഫ് കോഴ്സ് ആയി ഉണ്ടാവും. അത് ആ വ്യക്തിയുടെ അടിമ ചിന്താഗതി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആലോചിക്കും നിങ്ങള്, ഒരു 20,000 രൂപയുടെ ബൈക്കിൽ പോണ വ്യക്തി എന്ത് സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങൾ ആലോചിക്കണം. ഒരു ഡിഫൻഡറിൽ പോണ വ്യക്തിക്ക് അല്ല അവിടെ സന്തോഷം. അത് പൈസ അല്ല ഓഫ് കോഴ്സ് സന്തോഷം. പക്ഷെ നിങ്ങൾ ചിന്തിക്കുക കേട്ടില്ലേ, അത് എത്രയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ മനസാക്ഷി മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാലും വസ്തുത റിയാലിറ്റി അല്ലാണ്ടാവണില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായ? അപ്പൊ ആൾക്കാർ ചിന്തിക്കുക, ഇപ്പോ ഒരുപാട് വ്യവസായികളോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും സിനിമാടന്മാരൊക്കെ കുറെ പാവപ്പെട്ട സഹായിക്കും. എനിക്ക് പണ്ട് പറഞ്ഞ MA യൂസഫ് അലി പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ ഇന്നാളെ ഏതാണ്ട് ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. അപ്പൊ അപ്പോഴും കുറെ ആൾക്കാര് ഈ വ്യക്തികളെ ദൈവം പോലെ കാണത്രയ്ക്കും. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ സഹായിക്കണം നല്ല കാര്യം. ഇപ്പൊ ആൾക്കാർ ചോദിക്കണ്ടാവും ഒരു 10 ലക്ഷത്തിന് വലിയ 10 ലക്ഷം 1 രൂപ ഒരാൾക്ക് കൊടുത്താലും അത് വലിയ കാര്യം തന്നെ. പക്ഷെ അവിടെ നിന്ന് മനസ്സിലാണ്ടായിരുന്നു വെച്ചാൽ അതിൽ നിന്ന് ഈ കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് ഇപ്പൊ മമ്മൂട്ടിയുടെ ഈ ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ അല്ല, ഈ ഒരു PR വർക്ക്, ഇത് PR വർക്ക് എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തില് ആ തമിഴിന് ഉണ്ടായ ഒരു സന്തോഷത്തിനൊക്കെ കൂടുതൽ ഗെയിൻ, അതായത് നേട്ടം മമ്മൂട്ടിക്ക്. അതായത് മമ്മൂട്ടിയുടെ ഒരു വാല്യൂ ഇത്തിരി കൂടി. അത് എന്താ പറയാ മലയാളികളുടെ ഇടയിൽ അത്ര കൂടിയൊന്നും എനിക്കറിയില്ല. ഇപ്പൊ തമിഴ്നാട്ടിലെ മാധ്യമങ്ങൾക്ക് അത് വന്നിട്ടുണ്ട്, പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ അവിടെ കൂടി. അതായത് ഇവർക്കൊരു PR എന്താ പറയാ PR മെന്റാലിറ്റിക്ക് മാറി ഒരുപാട്. ഇപ്പൊ നിങ്ങള് രാഷ്ട്രീയക്കാരുടെ എടുത്തു കഴിഞ്ഞാൽ ചില ഇപ്പൊ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പുള്ളിക്കാരൻ ചെയ്യണ ഓരോ കാര്യങ്ങളിലും എന്ന് പറയാ അവരൊരു ടാക്ടിക്സ് ഉണ്ട്. അതായത് ചില ആൾക്കാർക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ചില ആൾക്കാർക്ക് അത് ഈസി ആയിരിക്കും. ഈസി അല്ല, അത് അവര് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞ മനസ്സിലായ? അപ്പൊ എന്ത് സംഭവിച്ചാൽ നമ്മൾക്ക് അത് അവർ അഭിനയിക്കുന്നതായിട്ട് തോന്നില്ല, കാരണം അവരുടെ ജീവിത രീതിയായി മാറി. അതായത് ഇപ്പൊ നമ്മൾ കുറെ നടന്മാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിലായാലും വിദേശത്ത് അത്രയ്ക്ക് ഇല്ലെങ്കിൽ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സിംപിൾസിറ്റി ആയിരിക്കും. ഇപ്പൊ ജയറാമിന് കണ്ടിട്ടില്ലേ, ഭയങ്കര എളിമ, ഭയങ്കര സിംപിൾസിറ്റി. ഇപ്പൊ ചില ആൾക്കാരെ മുഖം മൂടികളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ അന്ന് അനുപമ പരമേശ്വരന്റെ വെളിപ്പെടുത്തൽ, വിക്രമന്റെ മോന്റെ സംഭവം, അതൊക്കെ ആൾക്കാർ കണ്ടിട്ടില്ല. അതായത് പുറത്ത് ചിരിച്ച് കാണിച്ച് അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ എന്തിനാ ഇത് ചെയ്യണം എന്നുള്ളത് ജനം മനസ്സിലാക്കുക. അവർക്ക് അതായത് ജനങ്ങളിലേക്ക് ഒരു വെറുപ്പ് സൃഷ്ടിച്ച് ചെയ്യുന്നത്. ഇപ്പൊ പിണറായി വിജയന്റെ ക്യാരക്ടർ, അതായത് ചിരിക്കണില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരുപാട് പേര് വോട്ട് ചെയ്യേണ്ടിരുന്നുണ്ട്. ആള് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ ജനം മറന്നു. ഒരു പരിധി വരെ, എല്ലാവരും ഞാൻ പറയില്ല, കയ്യിലിരിപ്പുണ്ട്, അത് വേറെ ടോപ്പിക്. പക്ഷെ ഒരു വലിയ വിഭാഗം പിണറായിക്ക് എതിരാവാനുള്ള ഒരു കാര്യം ഉണ്ടായത് പുള്ളിക്കാരുടെ പെരുമാറ്റ. അതായത് ചില ഈ അടിമ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് അവർക്ക് ഒരാളെങ്ങനെ പെരുമാറുന്നു നോക്കാം, അല്ലാണ്ട് അയാൾ ചെയ്യണ കണ്ടന്റ്. അതായത് ഒരാളൊരു നല്ല കാര്യം ചെയ്താൽ അയാള് നല്ല കാര്യം ചെയ്തതോടൊപ്പം തന്നെ എളിമയും വേണം, ചിരിച്ചിങ്ങനെ ഹമ്പിളായിട്ട് നിൽക്കണം എന്നുള്ള ഒരു വാശിയുണ്ട് ചില ആൾക്കാർക്ക്, പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ജനം മനസ്സിലാക്കുക, ക്യാരക്ടർ ഇമ്പോർട്ടന്റ് തന്നെ, പക്ഷെ പ്രവൃത്തിയും കണ്ടന്റുമാണ് ടോപ്പ് പ്രയോറിറ്റി. അല്ലെങ്കിൽ ഒരാളുടെ ഇന്റൻഷൻ, അയാള് ഈ ചിരിച്ച മുഖത്തിന് പിന്നിൽ എന്താണ് ആൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് പൊതുജനങ്ങൾക്ക് ഉണ്ടാവണം. അതുണ്ടായാൽ നല്ലതായിരിക്കും, അത്രയ്ക്ക് പറയാനുള്ളൂ. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് പേഴ്സണലി മമ്മൂട്ടിയോട് ഇതിൽ വിരോധമില്ല, കാരണം മമ്മൂട്ടിയുടെ ഒരു ബിസിനസ് ടാക്ടിക് ആയിട്ട് എനിക്ക് തോന്നണേ, പറഞ്ഞ മനസ്സിലായില്ലേ? ആൾ അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുണ്ടാവും. അപ്പൊ എനിക്ക് പറയാനുള്ളത് സാധാരണ അടിമ ചിന്താഗതിയുള്ള മനുഷ്യന്മാരോടാണ്, നിങ്ങൾ സ്വന്തം നിലവാരം മനസ്സിലാക്കുക, സ്വന്തം നിലവാരം കൂട്ടുക. അത് പൈസ കൊണ്ട് കൂട്ടാനല്ല പറയണത്, അല്ലെങ്കിൽ വേറെ തോന്നിവാസം കാണിക്കാനല്ല. അതായത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ എവിടെ കിടക്കണ്, നിങ്ങൾക്ക് എന്ത് നേട്ടം, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് പോകണം. ആദ്യം ലോകം മനസ്സിലാക്കുക, ജീവിതം മനസ്സിലാക്കുക. അപ്പൊ തന്നെ പകുതി ഈ അടിമത്തം മാറും, പറഞ്ഞ മനസ്സിലാക്കുക?